ശോഭ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് ജയരാജനെതിരെ. തനിക്കൊപ്പം നിരവധി നേതാക്കളെ കണ്ടു എന്നുള്ളത്. അതിനെതിരെയുള്ള പരാമർശം അവിടെ ഉണ്ട്. ഒരു ചടങ്ങിൽ, എറണാകുളത്തെ വിവാഹ ചടങ്ങിൽ വെച്ച് മാത്രമാണ് ശോഭയെ കണ്ടത് എന്നുള്ള ഒരു പ്രധാന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സൈത്ത്. അതെ, ശോഭാ സുരേന്ദ്രന് ഇതിൽ ഗൂഢാലോചന നടത്തി എന്ന വാദം അദ്ദേഹം ആവർത്തിക്കുക തന്നെ ചെയ്യുന്നു. നേരത്തെയും EP നിലപാടെടുത്തതാണ്, ഈ പുസ്തകത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഈ പരാമർശങ്ങൾ CPM-നെ നേരിട്ട് അദ്ദേഹം പരാമർശിക്കുന്നില്ല, അതിൽ കുറ്റപ്പെടുന്നില്ല. ഗൂഢാലോചന നടത്തിയതിന് പിന്നിൽ കോൺഗ്രസും ഒപ്പം BJP നേതാക്കളുമെന്ന പരാമർശം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ അദ്ദേഹം ചില സൂചനകൾ പാർട്ടിക്കെതിരെ നൽകുന്നുമുണ്ട്. അതിനപ്പുറമാണ് അദ്ദേഹം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയ വിമർശനങ്ങൾ. നമുക്ക് ആ വിമർശനങ്ങളിലേക്ക് തന്നെ വരേണ്ടി വരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ അടുത്തൊരു പേജിലേക്ക് വന്നാൽ 168 അതിൽ പറയുന്നത് LDF കൺവീനർ സ്ഥാനത്ത് തന്നെ മാറ്റിയ ഒരു വിഷയം ജയരാജൻ സൂചിപ്പിക്കുന്നുണ്ട് സൈത്ത്. അതിൽ പറയുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് തന്നെ മാറ്റുകയാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം, അതിന് മുൻപ് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു അത്രേ. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ പ്രയാസം മറച്ചുവെക്കുന്നില്ല. അത് ഏതെങ്കിലും പദവി നഷ്ടപ്പെടുന്നതിന്റെ പ്രയാസമല്ല. എന്നെ ഈ വിഷയത്തിൽ പാർട്ടി മനസ്സിലാക്കിയില്ല. അത് മാത്രമല്ല, ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അത് വീണ്ടും ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു എന്ന വാർത്ത സൃഷ്ടിച്ചു. അതേസമയം അത് തനിക്ക് വലിയ വേദനയുണ്ടാക്കി, തന്നെ തകർക്കുക എന്ന് ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പാർട്ടിയുടെ നിലപാടിനൊപ്പം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും തനിക്കെതിരെ പാർട്ടി ചെയ്തതിൽ വലിയ വേദന തനിക്കുണ്ടായി എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജയരാജൻ. യെസ്, അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം. ഒപ്പം അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, തനിക്ക് വലിയ വേദന പാർട്ടി തന്നെ കേട്ടില്ല എന്ന കാര്യത്തിൽ ഏതെങ്കിലും പദവി നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് തന്നെ കേൾക്കാതെ പോയി എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം കൂടി പറയുന്നു, വലതുപക്ഷവും മാധ്യമങ്ങളും പാർട്ടി വിരുദ്ധരും ശത്രുക്കളും എന്തിന് എന്നെ നിരന്തരം വേട്ടയാടുന്നു എന്ന ചോദ്യത്തിന് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിനൊപ്പം എന്ന് നിർഭയം പ്രവർത്തിക്കുന്നു. പാർട്ടിക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്നെ തകർക്കുകയാണ് ലക്ഷ്യം, എതിരാളികൾ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരം നുണകളെ ഭയന്ന് പൊതുപ്രവർത്തന രംഗത്ത് നിന്നും പിന്മാറാനല്ല ഉദ്ദേശം. അവസാന ശ്വാസം വരെയും ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി തന്നെ ജീവിക്കും. ഇനിയും ഇത്തരം വിമർശനങ്ങളുടെ കൂരമ്പുകൾ പ്രതീക്ഷിക്കുന്നു. വഴിത്താരയിൽ ചുവന്ന പനിനീർപ്പൂക്കൾ വിരിയിച്ച ചുവന്ന പരവതാനിയും പ്രതീക്ഷിച്ചല്ല താൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത് എന്നടക്കമുള്ള EP-യുടെ വിശദീകരണം വരുന്നുണ്ട്. ഇതാണ് EP ജയരാജൻ PDF കോപ്പികളിൽ നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ ഇതൊക്കെയാണ്. സാന്റിയാഗോ മാർട്ടിൻ വിവാദത്തിൽ EP പാർട്ടിയെ കൊടുക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്ന പരാമർശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. PV അൻവറിനെ പിണക്കിയത് വിനയായി അദ്ദേഹം പറയുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഡോക്ടർ P സരിനെതിരെയും സംസാരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥം കാലം തെളിയിക്കട്ടെ എന്നാണ് മനസ്സിലാകുന്നത് എന്ന് പറയുന്നു. അങ്ങനെ EP-യുടെ വലിയൊരു ബോംബ് സൃഷ്ടിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം. അത് ഇന്ന് തന്നെ ഉച്ചയ്ക്ക് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണോ സൈത്ത് DC ബുക്സ് പറയുന്നത്? അതിൽ അവർ സ്ഥിരീകരണം നൽകുന്നുണ്ടോ? DC ബുക്സ് നൽകുന്ന വിശദീകരണം അങ്ങനെയാണ്, ഇന്ന് തന്നെ അത് പ്രസിദ്ധീകരിക്കുമെന്നതാണ് അവരുടെ വാദം. അത് സംബന്ധിച്ച് പ്രസിദ്ധീകരണം ഇന്ന് തന്നെ ഉണ്ടാകും. EP ജയരാജൻ നിഷേധിച്ചാൽ കൂടിയും പുസ്തകം ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നതാണ് DC നൽകുന്ന വിശദീകരണം. നമുക്ക് DC-യുടെ അധികൃതരുമായും കൂടി ബന്ധപ്പെടാൻ ശ്രമിക്കാം.